നമസ്കാരം, ഞാൻ ഡോക്ടർ നിഖിൽ ശിവാനന്ദ്. കൊടുങ്ങല്ലൂർ AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ENT വിഭാഗം ഡോക്ടറായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ കൂർക്കം വലിയുടെയും വായ തുറന്നുള്ള ശ്വാസമെടുപ്പിൻ്റെയും പ്രധാന കാരണമായ അഡിനോടോൺസിലൈറ്റിസിനെ കുറിച്ച് സംസാരിക്കുവാനാണ്. അഡിനോടോൺസിലൈറ്റിസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അഡിനോയിഡ് എന്താണ്, ടോൺസിൽ എന്താണ് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധത്തിനായുള്ള കൈലകളിൽ മൂക്കിൻ്റെ പുറകിലുള്ള കൈലയെ അഡിനോയിഡ് എന്നും വായുടെ ഉള്ളിൽ ഉൾനാക്കിൻ്റെ ഇരുവശങ്ങളിലുള്ള കൈലയെ ടോൺസിൽ എന്നും അറിയപ്പെടുന്നു. എന്തെങ്കിലും അണുബാധയുടെ ഫലമായി ഈ കൈലകളിൽ ഉണ്ടാകുന്ന വീക്കത്തെയും നീർക്കെട്ടിനെയുമാണ് അഡിനോടോൺസിലൈറ്റിസ് എന്ന് പറയപ്പെടുന്നത്. എന്താണ് അഡിനോടോൺസിലൈറ്റിസിലെ രോഗലക്ഷണങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളിൽ കാണുമ്പോൾ എന്ത് ലക്ഷണങ്ങളോടുകൂടിയാണ് അവർ വരുന്നത്? യൂഷ്വലി കാണുന്ന രോഗലക്ഷണങ്ങൾ കൂർക്കം വലിക്കുക, വായ തുറന്ന് ശ്വാസം എടുക്കുക, തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വിട്ട് തൊണ്ടവേദന വരിക, പനി വരിക, വായിൽ നിന്ന് ദുർഗന്ധം വരിക, ഇവയാണ് യൂഷ്വലി കാണുന്ന ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. എന്താണ് ടോൺസിലും തണുപ്പും തമ്മിലുള്ള ബന്ധം? പലരും പറയുന്നത് കേൾക്കാറുണ്ട്, തണുത്തുള്ള വസ്തുക്കൾ കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ തണുപ്പത്ത് കുളിച്ചതിന് ശേഷം AC കിടന്നതിന് ശേഷം തൊണ്ടവേദന വരുന്നതായിട്ട്. എന്താണ് ഇത് നടക്കുന്നതെന്നാൽ, നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ തണുപ്പുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വായുടെ ഉള്ളിലെ രക്തക്കൊഴലുകൾ ചുരുങ്ങുകയും അതിൻ്റെ ഫലമായി ഇമ്മ്യൂണിറ്റി കുറയുകയും ചെയ്യുന്നത് കാണപ്പെടാറുണ്ട്. ഇതിൻ്റെ ഫലമായി അവിടെ അണുബാധ വരികയും ഇൻഫെക്ഷൻ വരികയും ടോൺസിലിലും അഡിനോയിഡിലും വീക്കം കെട്ടുകയും നീർക്കെട്ട് വരികയും വരുന്നുണ്ട്. ഇതിൻ്റെ ഫലമായാണ് അവിടെ വേദനയും പനിയും വരുന്നത്. ഇനി ടോൺസിലൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണ് കോംപ്ലിക്കേഷൻ? ഇത് ഇവിടെ ഇരുന്നാൽ എന്താണ് പ്രശ്നം? ജീവൻ ആപത്താണോ എന്ന് പലരും ചോദിക്കുന്നത് കേൾക്കാറുണ്ട്. ടോൺസിൽ ഇരുന്നാലും അഡിനോയിഡ് ഇരുന്നാലും നമ്മുടെ ജീവൻ ആപത്ത് വരുന്നൊരു പ്രശ്നമല്ല. ഇത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ മോശമാക്കുന്ന ഒരു കണ്ടീഷനാണ്. ടോൺസിൽ അല്ലെങ്കിൽ അഡിനോയിഡ് എന്ന കൈല മുഴച്ചിരിക്കുന്നവരിൽ വളർച്ചക്കുറവ് കാണാറുണ്ട്, പല്ല് ഉന്തുന്നതായിട്ട് കാണാറുണ്ട്, മൂക്ക് ചെറുതാവുകയും വായ തുറന്ന് ശ്വാസം എടുക്കുന്നതിന് ഫലമായി മുഖത്തിൻ്റെ ഘടന മാറുന്നതായും കാണപ്പെടാറുണ്ട്. പിന്നെ മൂക്കും തൊണ്ടയും കൂടെ കണക്ട് ചെയ്യുന്ന യൂസിയേഷൻ ട്യൂബ് എന്ന ട്യൂബിൻ്റെ ബ്ലോക്ക് കാരണം ചെവിയിൽ നീർക്കെട്ട് വരികയും അണുബാധ വരികയും അതിൻ്റെ ഫലമായി കാതിൻ്റെ കേൾവിക്കുറവ് അനുഭവപ്പെടുന്നതായിട്ടും കാണാറുണ്ട്. ഇതല്ലാതെ വളരെ റെയറായിട്ട് കാണുന്ന ചില കോംപ്ലിക്കേഷൻസാണ് ഹാർട്ടിൻ്റെ വാൽവിലുള്ള പ്രശ്നങ്ങളും കിഡ്നിയിൽ വരുന്ന ഇൻഫെക്ഷൻസും വളരെ റെയറായിട്ട് ഇതിൻ്റെ ഫലമായി കാണാറുണ്ട്. ഇതുപോലെയുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കാണുകയോ കുട്ടികൾ ഫ്രീക്വൻ്റ് ആയിട്ട് സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ട് വരികയോ കേൾവിക്കുറവ് കാണുകയോ ഇതെന്തെങ്കിലും വന്നാൽ നിങ്ങൾ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഈ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടർക്ക് ഇത് അഡിനോടോൺസിലൈറ്റിസ് ആണെന്ന് സംശയം തോന്നുകയും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൽ ചില ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് ബ്ലഡ് ടെസ്റ്റുകളൊന്നും ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. ഇത് നമുക്ക് ഇമേജിങ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റേയോ അല്ലെങ്കിൽ നമുക്ക് ഈ കൈലകൾ നേരിട്ട് കാണണം, കണ്ട് ഇതിൻ്റെ സൈസ് മനസ്സിലാക്കിയാലേ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് തീരുമാനിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ വായിൽ ടോർച്ചടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ടോൺസിൽ എന്ന കൈല വീർത്തിരിക്കുന്നതും അതിൽ നീർക്കെട്ടുള്ളതും അണുബാധയുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ മൂക്കിൻ്റെ പുറകിലുള്ള അഡിനോയിഡ് എന്ന കൈല കാണണമെങ്കിൽ നമ്മൾ എക്സ്റേ ചെയ്യുകയോ സ്കാനിങ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. ഈ രണ്ട് എക്സ്റേക്കായാലും സ്കാനിങ്ങിനായാലും റേഡിയോളജി അല്ലെങ്കിൽ റേഡിയേഷൻ്റെ എക്സ്പോഷർ, കൊച്ചുകുട്ടികളിൽ റേഡിയേഷൻ്റെ റിസ്ക് ഉള്ളതിൻ്റെ കൊണ്ട് ഞാൻ യൂഷ്വലി എൻഡോസ്കോപ്പിയാണ് പ്രിഫർ ചെയ്യാറ്. എൻഡോസ്കോപ്പ്, മൂക്കിനകത്ത് എൻഡോസ്കോപ്പ് ഇട്ടിട്ട് അതിനകത്ത് ഈ കൈലയുടെ സൈസ് നോക്കുകയും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തോ എന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.